നമസ്കാരം. ഞാൻ തുമ്പോട് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്ര മേൽശാന്തിയാണ്. എൻ്റെ പേര് പുത്തമ്പളം മനോജ് പറ്റി എന്നാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പറ്റി പറയുകയാണെങ്കിൽ തുമ്പോട് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു മഹാലക്ഷ്മി ക്ഷേത്രം കൂടാണ്. അതുപോലെ തന്നെ നമ്മുടെ അഷ്ടലക്ഷ്മി പൂജയും അഷ്ടാഭിഷേകവും വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു പൂജയാണ്. ഭക്തർക്ക് അവരുടെ കാര്യസിദ്ധിക്കായിട്ട് അഷ്ടലക്ഷ്മി പൂജയും അഷ്ടാഭിഷേകവും ഇവിടെ നടത്തി വരാറുണ്ട്. തുമ്പോട് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവം നമ്മുടെ തിരുവുത്സവം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കൊല്ലം ജില്ലയിലെ ഏക മഹാലക്ഷ്മി ക്ഷേത്രമാണ് തുമ്പോട് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. ഇവിടെ എന്നും മകരമാസത്തിലെ രോഹിണി തിരുനാളാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഉത്സവം നമ്മൾ ഈ വർഷം നടക്കുന്നത് ഫെബ്രുവരി 5, 6, 7 തീയതികളിലാണ്. 3 ദിവസവും അന്നദാനവും അതുപോലെ തന്നെ മറ്റ് വിവിധ കലാപരിപാടികളുമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ നാടിൻ്റെ ഐശ്വര്യ ദേവതയായി വിളങ്ങുന്ന ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ അഷ്ടലക്ഷ്മി പൂജ വളരെ പ്രസിദ്ധമാണ്. അത് ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒന്നാണ് അഷ്ടലക്ഷ്മി പൂജ. ആദിലക്ഷ്മി മുതലായ അഷ്ടലക്ഷ്മികൾ, ആദിലക്ഷ്മി, വിജയലക്ഷ്മി, വീരലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെ അഷ്ട ഐശ്വര്യങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിൻ്റെ നേർച്ച കാഴ്ചകളും ഒക്കെ നടത്തുന്ന ഒരു അർച്ചനയാണ് നമ്മളിവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു വഴിപാടാണ് അഷ്ടലക്ഷ്മി പൂജ. ഈ അഷ്ടലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്, ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അഷ്ടലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ മുൻകൂട്ടി കമ്മിറ്റിയെ അറിയിക്കേണ്ടതുണ്ട്. അതിനായി എല്ലാവരും പങ്കെടുത്ത് ഐശ്വര്യത്തിന് കാരണഭൂതയായ ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവരും വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഞങ്ങളുടെ ഈ മഹോത്സവം, ഈ ഉത്സവ ആഘോഷം വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങളും എല്ലാവരെയും അതിനായിട്ട് ഉത്സവ പരിപാടിയിലേക്കും ഉത്സവത്തിന് ദിവസങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഞാൻ സദാനന്ദൻ എ.ജി, ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ശശിധരൻപിള്ള പ്രസിഡൻ്റാണ്, ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വളരെ മതിപ്പും ഉള്ളതാണ്. ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും ഇതിൻ്റെ ജനത്തിൻ്റെ പുരോഗതിക്കും എല്ലാം ഈ മഹാലക്ഷ്മി ക്ഷേത്രം എല്ലാവർക്കും അതൊരു പ്രയോജനം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അക്ഷരമായും അറിവായും ഐശ്വര്യമായും ഈ നാടിൻ്റെ സർവൈശ്വര്യങ്ങൾക്കും കാരണഭൂതയായ ശ്രീ മഹാലക്ഷ്മിയുടെ തിരുവുത്സവം തുമ്പോട് മഹാലക്ഷ്മി ക്ഷേത്രം രോഹിണി തിരുനാൾ മഹോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ.